പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു വലിയൊരു കാർ ഷോയിൽ നമ്മളൊരു വണ്ടി അടിച്ചു മാറ്റിയൊക്കെ ഉണ്ടായി കേസ്. ഒരു ഓറഞ്ച് ലംബോർഗിനി, ഗോൾഡൻ ലംബോർഗിനിയാണ് നമ്മൾ അടിച്ചു മാറ്റിയത് കേസ്. അപ്പോൾ കേസ് അവിടുന്ന് നമ്മൾ ആ ഒരു ഗോൾഡൻ ലംബോർഗിനി ഞാനതൊക്കെ എടുത്തു. അപ്പോൾ അതൊരു പോലീസിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മൾ ബൈക്ക് എടുത്തിട്ട് ഇറങ്ങിയപ്പോൾ നമ്മൾ പോലീസ് പിടിച്ചു. പക്ഷേ നമ്മൾ ഗൺസൊന്നും അവർ എടുത്തിട്ടില്ല. നമ്മളെ ബൈക്ക് അവിടെ കിടക്കുന്നുണ്ട്. അതേതൊരു ബൈക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഡുഗാട്ടി ഡേവലാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോലീസുകാർ വിളിച്ചിരുന്നു. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ വന്ന് നിങ്ങളെ ഇറക്കിത്തരും, നിങ്ങൾ കുറച്ച് പൈസ വെച്ചാൽ മതി, അപ്പോൾ ഇറക്കിത്തരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും അവർ വരുന്നവർ വെയിറ്റ് ചെയ്യാം കേസ്. ആ പോലീസ് ഓഫീസർ വന്നാൽ നമ്മളിത് ഇറക്കി തന്നിട്ടൊക്കെ തന്നെ ഉണ്ട് കേസ്. അപ്പോൾ നമ്മളിത് അവിടെ കാശുകളൊക്കെ വെച്ചിട്ടുണ്ട്. പോലീസ് ഓഫീസർ വണ്ടിയുടെ അകത്ത് തന്നെ പോയി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ ബൈക്ക് എടുത്തുകൊണ്ട് പോകാം. അയാൾ അതിനകത്തുണ്ട്. നമുക്ക് നമ്മളെ ബൈക്ക് എടുത്തുകൊണ്ട് പോകാം. നമ്മുടെ ബൈക്ക് ഒരു കിടിലം ഡുഗാട്ടിയാണ്. അപ്പോൾ ഇതിനെല്ലാം നമ്മളെന്തായാലും റിവെഞ്ച് കാറുകളൊക്കെ എടുത്തിരിക്കും കേസ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറണം. എന്നിട്ട് നമ്മുടെ വണ്ടി ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്യും. നമ്മുടെ വീടിൻ്റെ മുമ്പിൽ വേറെ പോലീസ് വണ്ടിയാണ്. എൻ്റെ ഇവിടെ അറിയില്ല കേസ്. എന്തായാലും നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ പോലീസ് വണ്ടികളൊക്കെ ഉണ്ട്. ഒരു ദിവസം റോൾസ് റോയ്സ് നമ്മൾ പണിയാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് കേസ്. അതുകൊണ്ടാണ് റോൾസ് റോയ്സ് ഇവിടെ ഇല്ലാത്തത്. അപ്പോൾ നമ്മൾ സൂപ്പർ നമ്മളിത് ജസ്റ്റ് കളറും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. സീന് കളറും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. നമ്മൾ ലംബോർഗിനികളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ അടിച്ചു മാറ്റിയ ലംബോർഗിനി. ഇത് നമ്മൾ ZX10R ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോയി ഡ്രസ്സ് മാറാം കേസ്. ഈ ബൈക്ക് എന്തായാലും എടുക്കണ്ട. നമുക്കതിന് നേരെ ലെസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ ലെസ്റ്ററിന് എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാൻ കഴിയണം കേസ്. നമുക്ക് ഡ്രസ്സ് മാറാം കേസ്. കേസ് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ടൊക്കെ തന്നെ ഉണ്ട് കേട്ടോ കേസ്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ ഏത് വണ്ടി എടുക്കും? ലംബോർഗിനി എടുക്കണോ സൂപ്പർ എടുക്കണോ? നമുക്ക് എന്തായാലും സൂപ്പർ എടുക്കണ്ട, നമുക്ക് ലംബോർഗിനി എടുക്കാം കേസ്. ലംബോർഗിനി അത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ ഓടിച്ചിട്ടില്ല. ലംബോർഗിനി ഇന്ത്യയിലും കാണുന്നൊക്കെ സീനും കാണുന്നൊക്കെ തന്നെയാണ് കേസ്. അപ്പോൾ നമുക്കെന്തായാലും ഇതിനെടുത്തിട്ട് നേരെ പോകുന്നത് ലെസ്റ്ററിൻ്റെ വീട്ടിലോട്ടാണ്. ഒരു സീനും വണ്ടിയും കാണുന്നൊക്കെ തന്നെയാണ് കേട്ടോ കേസ്. നമുക്ക് നേരെ ലെസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോകാം. നേരെ ഇപ്പോഴത്തെ പക്ഷേ ഈ പോലീസ് വണ്ടി പോയില്ലേ? ഇയാളെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വെക്കുമോയെന്ന് അറിയില്ല. എന്തായാലും നേരെ ലെസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മളിത് ലെസ്റ്ററിൻ്റെ വീട്ടിലൂടെ എത്തിയിട്ടുണ്ട്. ലെസ്റ്ററിൻ്റെ വണ്ടികളൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. എന്താണെന്ന് അറിയില്ല, ലെസ്റ്ററിൻ്റെ വണ്ടികളൊന്നും ഇവിടെ കാണുന്നില്ല. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി ചോദിച്ചു നോക്കാം ലെസ്റ്ററിനോട്. ലെസ്റ്റർ അകത്തുണ്ടാവും. അപ്പോൾ നമുക്കിതെന്തായാലും നേരെ കയറി ചോദിക്കാം കേസ്. അപ്പോൾ ലെസ്റ്റർ മുകളിലുണ്ടാവും. നമുക്ക് പോയി ചോദിക്കാം കേസ്. ലെസ്റ്റർ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ലെസ്റ്ററിനും ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം ഈ ലെസ്റ്ററിൻ്റെ വണ്ടികളൊക്കെ ഒന്ന് പണിയാൻ കൊടുത്തിരിക്കുകയാണ്. മൊത്തം വണ്ടികളും പണിയാൻ കൊടുത്തിരിക്കുകയാണ്. ചെറിയ റിപ്പയറൊക്കെ ചെയ്തൊരു പണിയാനൊക്കെ കൊടുത്തിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ലെസ്റ്ററിനൊരു സീനുണ്ട്. കാരണം ലെസ്റ്ററിന് ഒരു വണ്ടി വേണം. അത് പോലീസ് സ്റ്റേഷനിലുള്ളത്. നമുക്കാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ റിവെഞ്ചും കൊടുക്കണം. അപ്പോൾ ഒരു അവസരമാണിത്. ലെസ്റ്ററിൻ്റെ ഒരു വണ്ടിയാണ്. അതൊരു സിറ്റിയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അതേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രോൺ ബൈക്കാണ് കേസ്. ഒരു ട്രോൺ ബൈക്കാണ്. അതാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ലെസ്റ്ററിൽ എന്തായാലും അത് വേണം. അപ്പോൾ നമ്മളത് എടുത്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. നമുക്ക് കുറേ ക്യാഷൊക്കെ തരുമെന്ന് പറഞ്ഞു പുള്ളി. ഇവിടെ ഒരു ലംബോർഗിനി എടുക്കുന്നുണ്ട്. നമ്മളെ പോലത്തെ ഒരു ലംബോർഗിനി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കണ്ട. അപ്പോൾ നമുക്കിനി നേരെ എന്തായാലും പോലീസ് സ്റ്റേഷനിലോട്ട് പോകാം. അവിടെയാണ് നമ്മുടെ ലെസ്റ്ററിൻ്റെ ട്രോൺ ബൈക്ക് ഉള്ളത്. യെസ്, അപ്പോൾ നമുക്ക് എന്തായാലും അത് പോയി എടുത്തു കൊടുക്കാം. ഇത് നമ്മളിത് പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്താ സംഭവം വെച്ചാൽ, നമ്മൾ ഈ വണ്ടി നമുക്ക് ഇവിടെ എവിടെയും വെക്കാൻ പറ്റില്ല യെസ്. അടുത്ത് തന്നെ നമ്മുടെ വീടുണ്ട്, പക്ഷെ അവിടെ പോലീസുകാരുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഈ പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിൽ ഒരു സ്ഥലം ഉണ്ടോ നോക്കാം. എന്നിട്ട് അവിടെ വെക്കണോ? അല്ല കേസ്, നമുക്ക് പോലീസ് സ്റ്റേഷൻ്റെ അപ്പുറത്തെ സൈഡ് വെക്കാം കേസ്. അതാണ് പിന്നെയും നല്ലത്. ഓക്കെ, നമ്മളെ വണ്ടി ഇതിനകത്ത് ഉണ്ടാവും. നമ്മുടെ ട്രോൺ ബൈക്ക് ഒന്നുകൂടെ ഇടിച്ചല്ലോ വണ്ടി. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ പോവാം. ട്രോൺ ബൈക്ക് ഇതിനകത്ത് ഉണ്ടാവണ്ട. അവിടെ കാണുന്ന ഒരു കത്തി നിൽക്കുന്ന വണ്ടിയാണ് നമ്മുടെ ട്രോൺ ബൈക്ക്. അപ്പോൾ എന്തായാലും ഈ വണ്ടി ഇവിടെ വയ്ക്കാം. നമുക്ക് പിന്നെ വണ്ടി എടുക്കാം. കാരണം നമ്മുടെ വീട് അവിടെ തന്നെ ആണല്ലോ. അപ്പോൾ നമ്മൾ പോലീസ് ഓഫീസേഴ്സ് അവിടെ ഉണ്ടോ എന്ന് നോക്കണം. നോക്കട്ടെ അവിടെ പോലീസ് ഓഫീസേഴ്സ്. പോലീസ് വണ്ടി, പക്ഷേ അതിനകത്ത് ആരും ഇല്ല കേസ്. അതുകൊണ്ട് ഒരു സീനും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ
നമുക്കതിന് നേരെ എന്തായാലും കയറി പണി തുടങ്ങാം guys. കാരണം ഇവിടെ ഒരു വണ്ടി ഇല്ല. കാരണം നമ്മളിവിടെ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു വണ്ടി ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ലെസ്റ്ററിന് ഇപ്പോൾ ഇൻഫോർമേഷൻ കിട്ടിയതെന്നാണ് ആൾ പറയുന്നത്. അത് പറയാൻ മറന്നുപോയി. അതായത് ഇത് സീന് വണ്ടികളൊക്കെയാണ് ഗൈസ്. എൻ്റെ ഗൈസ് സീന് വണ്ടിയാണ്. പക്ഷെ പോലീസ് വണ്ടിയിൽ ആരും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ടാസ്ക് ഈസി ആയത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് നേരെ കൊണ്ടുപോയി ലെസ്റ്ററിന് കൊടുക്കണം. ലെസ്റ്ററിന് കൊടുത്താൽ ലെസ്റ്റർ ഹാപ്പി ആവും, നമ്മളും ഹാപ്പി ആവും. കാരണം നമുക്ക് റിവെഞ്ച് കൊടുക്കേണ്ടത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. എന്തായാലും നേരെ ലെസ്റ്ററിൻ്റെ അടുത്തോട്ട് പോകാം. ഇതിന് ഭയങ്കര സ്പീഡാണല്ലോ, ഡ്രിഫ്റ്റൊക്കെ ആകുന്നുണ്ട്. ലെസ്റ്ററിൻ്റെ വീടെത്തി, ഇത്രയും പെട്ടെന്ന് ലെസ്റ്ററിൻ്റെ വീടെത്തി. നമുക്ക് നേരെ ഇവിടെ പുറത്തൊന്നും ഇടണ്ട, അകത്ത് കയറ്റി വെക്കാം ഗൈസ്. ഇവിടെ അകത്ത് കയറ്റി വെക്കാം. ഓക്കെ, നമ്മളിവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ലെസ്റ്ററിനോട് പോയി പറയാം ഗൈസ്, ഇതേ വണ്ടി ഇവിടെ ഉണ്ടെന്നൊക്കെ പറയാം. ഓക്കെ, നമ്മൾ നേരെ പോയി പറയുന്നുണ്ട്. നമുക്ക് നേരെ മുകളിലോട്ട് കയറാം. ലെസ്റ്ററിനോട് പോയി പറയാം ഗൈസ്. ഇത് ലെസ്റ്റർ ഹാപ്പി ആയിട്ടുണ്ട്. നമുക്കൊരു ബാഗ് നിറച്ചും പണം, മറ്റേ പൈസയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ലെസ്റ്റർ ഒരു സീക്രട്ട് സാധനം നമുക്ക് തന്നിട്ടുണ്ട്. ഒരു സാധനമാണെന്നാണ് പറഞ്ഞ്. ഇതിൻ്റെ ബാക്കിലുണ്ട്, ഒരു ഗാരേജിലുണ്ട്, അത് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം ഗൈസ് എന്താണെന്ന്. നമ്മൾ ഈ ഒരു ഗാരേജിൽ കണ്ടിട്ട് ഇതൊന്ന് നോക്കിയതാണ്, ഇത് എന്താ സംഭവം എന്ന്. അപ്പോൾ നമുക്ക് എൻ്റെ ഇതൊക്കെ ലെസ്റ്റർ തരുന്ന ഒരു സാധനം. എൻ്റെ മോനൊരു ഡൈനോസറിൻ്റെ കുട്ടിയാണ്. എൻ്റെ കേസ് ഒരു സീന് സാധനം. ഇത് നമ്മളെ നോക്കി പഠിപ്പിക്കുന്നൊക്കെ തന്നെ ഉണ്ട്. നമുക്ക് എന്തായാലും ഇതും എടുത്തുകൊണ്ട് പോവാം കേസ്. എൻ്റെ മോൻ ഇതിൻ്റെ അകത്ത് കയറി ഓടിക്കാൻ പറ്റുന്നതൊക്കെയാണ് ലെസ്റ്റർ പറഞ്ഞത്. കേസ് ഓടിക്കാനും ഞങ്ങളൊക്കെ പറ്റുന്നുണ്ട്. നമ്മൾ നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലെസ്റ്റർ പറഞ്ഞ വെലോസിറാപ്റ്റർ എന്നാണെന്നാണ്. നമ്മളിപ്പോൾ ഇത് കണ്ടപ്പം ചോദിച്ചു നോക്കിയിരുന്നു എന്താ സാധനം എന്ന്. അല്ല, നമ്മൾ ആ ഗാരേജ് നോക്കുമ്പോൾ ചോദിച്ചു നോക്കിയിരുന്നു എന്താ സാധനം എന്ന്. പേരില്ലേ വെലോസിറാപ്റ്റർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിതെന്തായാലും ഇതും എടുത്തുകൊണ്ട് നേരെ പോവാം കേസ്. നമ്മളെ വീടിൻ്റെ അടുത്തോട്ട് പോകാം. അത് സീന സാധനമാണ് കേസ്. എൻ്റെ മോനെ ഇത് വെച്ചാൽ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് നമ്മുടെ ലെസ്റ്റർ പറഞ്ഞത്. ഇതെന്തായാലും കിടലൻ സാധനം കാര്യങ്ങളൊക്കെ തന്നെയാണ് കേസ്. എന്തായാലും ഇതെടുത്തിട്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഇത് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ.